ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതിരിക്കാനും മുട്ടകൾ ഒഴുകിപ്പോവാതിരിക്കാനും വരാൽ മത്സ്യങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്നു. മുട്ടയിൽ നിന്നും വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ കൊതുകിൻ ലാർവകൾ പോലെ കറുത്ത വർണ്ണത്തിൽ തുള്ളിക്കളിക്കുന്നതായിട്ടാണ് ആദ്യ ദിനങ്ങളിൽ കാണാനാവുക. പിന്നീട് ഇവ മനോഹരമായ ചുവപ്പ് വർണ്ണമായി രൂപാന്തരപ്പെടുന്നു. ആയിരക്കണക്കിന് സ്വർണ്ണവർണ്ണമണിഞ്ഞ വരാൽ കുഞ്ഞുങ്ങൾ പളുങ്കുവെള്ളത്തിന്റെ അടിയിലൂടെയും മുകളിലൂടെയും ഊളിയിട്ട് നീന്തി തുടിക്കുന്ന കാഴ്ച നയനാനന്ദകരമാണ്. ആൺവരാലും പെൺവരാലും തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതും ഏറെ കൗതുകകരവും ആശ്ചര്യപ്പെടുത്തുന്നതുമായ കാഴ്ചകളാണ്. പെൺവരാൽ മുഴുവൻ സമയവും കുഞ്ഞുങ്ങളുടെ ഓരം ചേർന്ന് നടക്കും. കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതെയും കുളത്തിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന നീർച്ചാലുകളിലൂടെ ഒഴുകിപ്പോകാതെയും നിരന്തരം കുഞ്ഞുങ്ങളോടൊപ്പം അസാമാന്യ കരുത്തോടെയും ജാഗ്രതയോടെയും നിലകൊള്ളും. ആൺവരാൽ ഇവരുടെ പരിസരത്ത് തന്നെ കാവലായി നിൽക്കുന്നുണ്ടാകും. തള്ളവരാലിൻ്റെയും കുഞ്ഞുങ്ങളുടെയും അടുത്തേക്ക് വരുന്ന എന്ത് ജീവികളായിക്കോട്ടെ അവരെയെല്ലാം ഒട്ടും ഭയമില്ലാതെ ആൺവരാൽ തുരത്തിയോടിക്കും. പരൽമീനുകൾ, തവളകൾ, കുളത്തിലെ മറ്റു വലിയ മത്സ്യങ്ങൾ തുടങ്ങി തങ്ങളുടെ കുഞ്ഞിന്റെ ജീവന് ഭീഷണിയായി വരുന്ന ഒന്നിനെയും ഇവർ അടുപ്പിക്കുകയേയില്ല. ഈ സമയത്ത് ആരെങ്കിലും ചൂണ്ടയിട്ടാൽ തന്റെ ശത്രുവാണെന്ന ധാരണയിൽ ആൺവരാൽ പെട്ടെന്ന് ഇരയിൽ കൊത്തുകയും തുടർന്ന് അതിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. അതോടുകൂടി പെൺവരാലിന് കുഞ്ഞുങ്ങളെ നോക്കാൻ പ്രയാസമാവുകയും ഇവയുടെ പ്രജനനകാല ആവാസ വ്യവസ്ഥ അവതാളത്തിലാവുകയും ചെയ്യും. ഇണ നഷ്ടപ്പെട്ട വ്യസനത്താലും കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിരഹത്താലും മറ്റു സ്ഥലത്തേക്ക് പെൺവരാൽ നാടുവിടും. ആരും നോക്കാനില്ലാതെ അനാഥരും നിസ്സഹായരും നിഷ്കളങ്കരുമായ ആയിരക്കണക്കിന് വരാൽ മത്സ്യങ്ങളെ മറ്റു മീനുകൾ അനായാസം വേട്ടയാടി ഭക്ഷണമാക്കുകയും ചെയ്യും. ഇക്കാരണത്താലാണ് മൺസൂൺ ആരംഭത്തിലെ മത്സ്യപ്രജനന കാലങ്ങളിൽ മീൻ പിടിക്കരുതെന്ന് സർക്കാർ നമ്മെ ഉണർത്തുന്നത്. വരാലിനെ പോലെ തന്നെ എല്ലാ മത്സ്യങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. മുട്ട വിരിഞ്ഞയുടനെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തള്ളവരാലിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പാണ് ഈ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്നത്. തുടർന്ന് വളരെ ചെറിയ ജലജീവികളെയും പായൽ, മണ്ണിര തുടങ്ങിയവയുമെല്ലാം പതിയെ തിന്നാണ് ഇവ വളരുന്നത്. കുഞ്ഞുങ്ങൾ വളർന്നു വലുതാവുന്നതോടുകൂടി ഇവരുടെ ശരീരത്തിലുള്ള ചുവന്ന വർണ്ണം അപ്രത്യക്ഷമാകുന്നു. വലിയ മത്സ്യങ്ങളായാൽ പിന്നെ ജീവനുള്ള വസ്തുക്കളെ മാത്രമേ ഇവ ഭക്ഷിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ തള്ളവരാൽ ഇവരെ നോക്കാറില്ല. കുഞ്ഞുങ്ങൾ അവരുടെ ഇഷ്ടത്തിന് വെള്ളത്തിലൂടെ പല ദിക്കുകളിലേക്കും സഞ്ചരിച്ച് നീന്തിത്തുടിച്ച് ജീവിക്കുന്നു. ഒരു മീറ്റർ ഉയരത്തിൽ ചാടുവാനും അതിവേഗം നീന്തുവാനും കഴിവുള്ളതിനാൽ പെട്ടെന്ന് ഇരയെ വായ്ക്കകത്താക്കാനുള്ള ശേഷി വരാൽ മത്സ്യങ്ങൾക്കുണ്ട്.